ഓം മഹത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. IT ഫീൽഡിൽ ജോബ് ചെയ്യണമെങ്കിൽ ഏത് കർമ്മയാണ് വേണ്ടത്? നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണണമെങ്കിലേ, ഈ ചാനലിൽ 450-ലധികം വീഡിയോകളുണ്ട്. അത് തമിഴ് അസ്ട്രോളജിയിലെ വിവിധ ലൈനേജുകളിൽ നിന്നുള്ള വീഡിയോകളും കേരള അസ്ട്രോളജിയിലെ വിവിധ ലൈനേജുകളിൽ നിന്നുള്ള വീഡിയോകളും നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ മാത്രമായിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വേറെ സംഭവമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെത്താനെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. IT ഫീൽഡ് അല്ലേ, IT ഇൻഫർമേഷൻ ടെക്നോളജി. ഇത് പറയുമ്പോൾ നിങ്ങൾ ട്രഡീഷണൽ അസ്ട്രോളജി പരാശരമുറയല്ല ഇപ്പൊ ഞാൻ പറയാൻ പോണത്. നമ്മൾ പറയാൻ പോണത് DNA അസ്ട്രോളജി വെച്ചിട്ടാണ്. DNA എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ കാണണമെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവില്ല. നമ്മൾ ലൈവ് വീഡിയോകൾ DNA അസ്ട്രോളജി എന്താണെന്നൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് DNA ചാനലാണെന്ന് പറഞ്ഞാൽ DNA ചാനൽ മാത്രമല്ല, ALP അസ്ട്രോളജി കാണാം, ഇതില് KP മുറ കാണാം, KB അതായത് ഭാസ്കര മെത്തേഡ് ഇതിൽ കാണാം, GK മെത്തേഡ് കാണാം, നാഡി മെത്തേഡ്, BNA, പിന്നെ പരാശര മെത്തേഡ്, മിഹിര മെത്തേഡ് ഒക്കെ കാണാം. അപ്പൊ അതുകൊണ്ട് ഇതിൽ പല വീഡിയോകളിലും പല മെത്തേഡുകളായിരിക്കും ഇതിൽ കാണുന്നത്. ഇനിയും ഉണ്ട് കുറെ മെത്തേഡുകൾ. നമ്മൾ ഇതല്ലാണ്ട് പല മെത്തേഡുകൾ ഇട്ടിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത പല മെത്തേഡുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ DNA അസ്ട്രോളജി പ്രകാരം ഏത് കർമ്മയാണ് നിങ്ങൾക്ക് IT ഫീൽഡിൽ നിൽക്കാൻ വേണ്ടത്? ഏത് കർമ്മയാണ്? ബുധൻ കർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് IT ഫീൽഡിൽ വരാം എന്നാണ്. ബുധൻ കർമ്മ എങ്ങനെ മനസ്സിലാക്കാം? വളരെ സിമ്പിൾ ആണ്. ബുധൻ കർമ്മയുണ്ടോന്ന് പ്രഥമ ദൃഷ്ടി എങ്ങനെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ, ചില നക്ഷത്രങ്ങൾ ബുധൻ കർമ്മയെ കാണിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. ഇത് മാക്കട്ടെ. ബുധൻ കർമ്മയെ കാണിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാല്, രോഹിണി നക്ഷത്രം 1, ഉത്രം അടുത്തത്, പൂരാടം അടുത്തത്. രോഹിണി, ഉത്രം, പൂരാടം നക്ഷത്രം ബുധന്റെ കർമ്മയുള്ള നക്ഷത്രമാണ്. ഇതെന്താണ് ഇങ്ങനെ വന്നതെന്നൊക്കെ ഉള്ളതൊക്കെ വിശദമായ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് കാണുന്നവർക്കാണ് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്റെ ലൈവ് വീഡിയോ പോയി കണ്ട DNA വേഴ്സ് പരാശര എന്ന് കണ്ടാല് ലൈവ് അവിടെ തന്നെ നടക്കണ്ടേ. കുറച്ച് കഴിയുമ്പോൾ അത് മെമ്പേഴ്സ് വഴി ആക്കും. അതിനു മുമ്പ് പോയി കണ്ട ആവശ്യമുള്ളവരെ. രോഹിണി, ഉത്രം, പൂരാടം നക്ഷത്രം ബുധന്റെ കർമ്മയുള്ള നക്ഷത്രമാണ്. ബുധന്റെ കർമ്മ വരണമെങ്കിൽ നിങ്ങളുടെ ലഗ്നാധിപതി ചന്ദ്രൻ ഏതെങ്കിലും നക്ഷത്രത്തിൽ വന്നാൽ ബുധൻ കർമ്മ നിങ്ങൾക്ക് കിട്ടി. ഇനി ഇതൊന്നുമില്ല എങ്കിൽ നിങ്ങളുടെ ലഗ്നം കർക്കിടക രാശിയാണെങ്കിലും നിങ്ങൾക്ക് ബുധൻ കർമ്മ വന്നിട്ടുണ്ട്. ഇനി അതുമില്ലെങ്കിൽ നിങ്ങളുടെ ലഗ്നവുമായിട്ട് 4-ാം ഭാവം കണക്ട് ആണെങ്കിൽ, അതായത് 4-ാം ഭാവാധിപതി ലഗ്നത്തില്, ലഗ്നാധിപതി 4-ല്, ബുധൻ കർമ്മം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് തൊഴിലിലൂടെ പ്രതിഫലിക്കണം. IT ഫീൽഡിൽ ജോബ് ചെയ്യണമെങ്കിൽ 4-10 ലഗ്നവുമായിട്ടും 4-ാം ഭാവത്തിനും 10-ാം ഭാവമായിട്ട് 4-ാം ഭാവത്തിന് കണക്ഷൻ ഉണ്ടെങ്കിൽ, 10-ാം ഭാവം മാത്രമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ വരാം. 6-ാം ഭാവമായിട്ട് 4-ാം ഭാവത്തിന് കണക്ഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ബുധൻ കർമ്മ വരാം. അതെന്താണ് 4-ാം ഭാവത്തിന്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ? അത് വേറെ ഒന്നുമില്ല. 4-ാം ഭാവം എന്ന് പറഞ്ഞ വിദ്യയെ കാണിക്കുന്നതുകൊണ്ട് DNA അസ്ട്രോളജി പ്രകാരം ബുധന്റെ കർമ്മയ്ക്ക് 4-ാം ഭാവമാണ് കൊടുത്തേക്കണം. അതുകൊണ്ടിട്ടാണ്. അപ്പൊ 4, 6, 4, 10, 4, 1 ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിലോ, രോഹിണി, ഉത്രം, പൂരാടം ഈ നക്ഷത്രങ്ങള് നിങ്ങളുടെ 10-ാം ഭാവമായിട്ടോ 6-ാം ഭാവമായിട്ടോ ലഗ്നവുമായിട്ടോ കണക്ഷൻ വന്നാലും
നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് IT ഫീൽഡായിട്ട് കണക്ഷൻ വരാം. അപ്പോൾ ഇത് ഒരു സിംഗിൾ കർമ്മ കണക്ട് ആയി പറഞ്ഞ, പക്ഷെ IT ഫീൽഡിൽ ജോലി ചെയ്യണവര് IT തന്നെ വിവിധ സെക്ഷൻസ് ഉണ്ട്. ബുധൻ കർമ്മ നക്ഷത്രവശാൽ അല്ലെങ്കിൽ ഭാവവശാൽ അല്ലെങ്കിൽ രാശിവശാൽ വന്നിട്ട് കോമ്പിനേഷൻ കർമ്മ എന്ന് പറയും. ഇപ്പൊ നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഡിസൈനിങ് ആണ്. അപ്പൊ ബുധൻ കർമ്മ പ്ലസ് ശുക്രൻ കർമ്മ വന്നം. ഇനി നിങ്ങൾ ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, കുറെ ഫീൽഡ് ഉണ്ട്. ഈ വൈറസും മറ്റൊരു സോഫ്റ്റ്വെയറും ഒക്കെ കണ്ടുപിടിച്ചത് ടെസ്റ്റ് ചെയ്തിട്ട് അത് കറക്റ്റ് ആവോ എന്ന് നോക്കാനാണെങ്കിൽ ബുധൻ പ്ലസ് ശനിയാണ്. ശനി മറ്റേ ടെസ്റ്റിംഗ് വിടാൻ കാര്യം ഇൻഷുറൻസ് ആണ്, ഷൂറിറ്റി കാണിക്കുന്നത്. ഷൂറിറ്റി, ഇൻഷുറൻസ്, അതിന്റെ ആയുസ് ഒക്കെ കാണിക്കണതാണല്ലോ. അതുകൊണ്ടാണ് ടെസ്റ്റിംഗ് വരാൻ കാരണം. ബുധൻ ശനി അങ്ങനെ വരും. ഇനി IT ഫീൽഡിൽ തന്നെ അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനായിട്ട് പ്രവർത്തിക്കും. ഇപ്പൊ ഒരു പല അഡ്മിൻസ് തന്നെ ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ സെക്ടർ തന്നെ ഉണ്ട് IT ഫീൽഡിൽ. അതല്ലാതെ നിങ്ങളിപ്പോ സിസ്റ്റം നോക്കുകയാണെങ്കിൽ സിസ്റ്റം അഡ്മിൻ അങ്ങനെയുണ്ട്. അപ്പൊ ആ ജോലികളായിട്ട് കണക്ഷൻ വരികയാണെങ്കിൽ ബുധൻ പ്ലസ് സൂര്യൻ കണക്ഷൻ വരും, സൂര്യൻ കർമ്മ കണക്ഷൻ വരും. അപ്പൊ നിങ്ങൾക്ക് ശുക്രൻ കർമ്മ എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ചുരുക്കി പറയണുള്ളൂ. ശുക്രൻ കർമ്മ പറഞ്ഞെങ്കിൽ ചിത്തിര, തിരുവാതിര, തിരുവോണം നക്ഷത്രമായിട്ട് കണക്ഷൻ വന്നാൽ 3-ാം ഭാവം ആയിട്ട് കണക്ഷൻ വന്നാൽ 10-ാം ഭാവത്തിന്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ജാതകം നല്ലോണം നോക്കി വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ കണക്ഷൻസ് 10-ാം ഭാവത്തിന് 4-ാം ഭാവമായിട്ട് 3-ാം ഭാവമായിട്ടും കണക്ഷൻ ഉണ്ടെന്ന് അറിയാൻ സാധിക്കണം. അടുത്തത് ശനി കർമ്മ ഉണ്ടോ എന്നറിയാനായിട്ടുള്ള ശനിയുടെ നക്ഷത്രങ്ങള്, ശനിയുടെ കർമ്മ നക്ഷത്രങ്ങളായിട്ട് കണക്ഷൻ വന്നം. സൂര്യൻ കർമ്മ ഉണ്ടോ എന്ന് പറയാൻ സൂര്യന്റെ കർമ്മ നക്ഷത്രങ്ങളായിട്ട് കണക്ഷൻ വന്നം. ഇവിടെ ശനിയുടെ കർമ്മ നക്ഷത്രങ്ങൾ, സൂര്യന്റെ കർമ്മ നക്ഷത്രങ്ങളൊക്കെ ഒത്തിരി ടൈം പറഞ്ഞു പോയിട്ടുണ്ട്. ഏത് രാശിയായിട്ടാണ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ മുന്നത്തെ വീഡിയോകൾ എടുത്തു നോക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൂടുതൽ വീഡിയോയുടെ ലെങ്ത് വന്ന സമയത്ത് ആളുകൾ ഇത് ഫുള്ള് കാണുക. അപ്പൊ എനിക്ക് അനലിറ്റിക്സ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. സ്കിപ്പ് ചെയ്ത് പോകണം. അതുകൊണ്ട് ഞാൻ വീഡിയോന്റെ ലെങ്ത് പരമാവധി ചുരുക്കാൻ നോക്കുകയാണ് ഇപ്പോൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. നിങ്ങൾക്ക് കാര്യം വളരെ ചുരുക്കത്തിൽ മനസ്സിലായി കാണും. IT ഫീൽഡിൽ വരേണ്ടത് ബുധൻ കർമ്മയാണ് മെയിൻ വരേണ്ടത്. അതിന് രോഹിണി, ഉത്തരം, പൂരാട നക്ഷത്രം, ലഗ്നാധിപതി ചന്ദ്രനായിട്ട് കണക്ഷൻ വന്നം. 10-ാം ഭാവമോ അല്ലെങ്കിൽ 6-ാം ഭാവമായിട്ട് കണക്ഷൻ വന്നം. 10-ാം ഭാവം തൊഴിൽ, 6-ാം ഭാവം വേല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ലഗ്നം സ്കില്ലുകളെ കാണിക്കുന്നതാണ്, സ്കില്ല് ടാലന്റിനെ കാണിക്കുന്നതായതുകൊണ്ട്. ഇനി ഒരു IT ഫീൽഡിൽ തന്നെ വിവിധ സെക്ഷൻസ് ഉണ്ടാവും. അപ്പൊ അത് ബുധൻ പ്ലസ് ശുക്രനാണെങ്കിൽ ഡിസൈനിങ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഒക്കെ വരാം. ബുധൻ പ്ലസ് ശനിയാണെങ്കിൽ ടെസ്റ്റിംഗ് ഒക്കെ വരാം. ബുധൻ പ്ലസ് സൂര്യനാണെങ്കിൽ അത് IT ഫീൽഡിൽ അഡ്മിനിസ്ട്രേഷൻ വരാം. ഇവിടെ ഇപ്പൊ സൂര്യൻ പ്ലസ് ബുധനാണെങ്കിൽ സൂര്യന്റെ കർമ്മയ്ക്കാണ് ആധിക്യമെങ്കിൽ അത് മെഡിക്കൽ ഫീൽഡിൽ ബുധൻ എന്നുള്ള രീതിക്ക് വരേണ്ടവരും കേട്ടാ. മെഡിക്കലിൽ ബുധൻ ആവും. അപ്പോ കർമ്മത്തിന്റെ ആധിക്യം കൂടി കാണാൻ പഠിക്കണം. ഞാൻ ആ ഒരൊറ്റ വേർഡ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേറൊരു പുരിതലിലേക്ക് നയിച്ചുകൊണ്ട് ഈ ക്ലാസ് നിർത്തുകയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം വിശദമായിട്ടൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്. എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. DNA അസ്ട്രോളജി, പരാശര മെത്തേഡ്, അതുപോലെ പല ഡിഫറെൻ്റായ പ്രശ്നങ്ങൾ, ജാമക്കോൾ പ്രശ്നം, വെറ്റില പ്രശ്നം, അതായത് താമ്പൂല പ്രശ്നം, ശംഖ് പ്രശ്നം, അങ്ങനെയുള്ള പല പ്രശ്ന രീതികൾ, ഗൗഡി പ്രശ്ന രീതികളോ അല്ലെങ്കിൽ ജാതകം ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാണ്. അതിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്തീശ്വരായ നമഃ.